بسم الله الرحمن الرحيم. قل من يرزقكم من السماوات والأرض قل الله وإنا أو إياكم لعلى هدى أو في ضلال مبين. قل لا تسألون عما أجرمنا ولا نسأل عما تعملون. قل يجمع بيننا ربنا ثم يفتح بيننا بالحق وهو الفتاح العليم. قل أروني الذين ألحقتم به شركاء كلا بل هو الله العزيز الحكيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1452 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായമായ സൂറത്ത് സബയിലെ 24 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل من يرزقكم من السماوات والأرض قل الله وإنا أو إياكم لعلى هدى أو في ضلال مبين. قل لا تسألون عما أجرمنا ولا نسأل عما تعملون. قل يجمع بيننا ربنا ثم يفتح بيننا بالحق وهو الفتاح العليم. قل أروني الذين ألحقتم به شركاء كلا بل هو الله العزيز الحكيم. صدق الله العلي العظيم. സൂറത്ത് സബയിലെ 24 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 2-3 ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങൾ ദാവൂദ് അലൈഹിസ്സലാമും സുലൈമാൻ അലൈഹിസ്സലാമും തുടർന്ന് സമൂഹവും ഈ 3 ചരിത്ര ഘടകങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള വിശദമായ പല സൂചനകളും നൽകിയതിനെ തുടർന്ന് സൂറത്ത് സബയില് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് വീണ്ടും വിഷയം അള്ളാഹുവിന്റെ ഏകത്വമാണ്. മക്കയിലെ മുശ്രിക്കുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ കേൾപ്പിക്കുന്ന വിധത്തില് സൂറത്തിന്റെ തുടക്കത്തില് ചർച്ച ചെയ്ത് തുടങ്ങിയ ആ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു പോയിക്കൊണ്ട് മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിസംബോധിതരായിരുന്ന ആ മുശ്രിക്കുകൾ വെച്ച് പുലർത്തിയിരുന്ന നിലപാടുകൾ ഇത് സംബന്ധമായിട്ടുള്ളത് എത്ര അബദ്ധജടിലമാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പഠനം പൂർത്തിയാക്കിയ ആയത്തുകളിൽ. അള്ളാഹുവിന്റെ സ്ഥാനത്ത് അള്ളാഹുവിന് പകരമായി അവര് ദിവ്യത്വം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ ആകാശത്തിലോ ആകാശങ്ങളിൽ എവിടെയെങ്കിലുമോ ഭൂമിയിലോ ആയിട്ട് ഒരു അണുവിന്റെ തൂക്കം പോലും വരുന്ന ഒരു സംഗതിയും അവരുടെ ഉടമസ്ഥതയിലില്ല, അവർക്ക് അവകാശപ്പെട്ടതായിട്ടില്ല. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പില് അവര് പങ്കാളികളായിരുന്നില്ല, അവരെ അള്ളാഹു സഹായികളായിട്ട് വിളിക്കുകയും ഉണ്ടായിട്ടില്ല. ഇതാണ് വസ്തുത. ഇനി ഈ ആരാധ്യന്മാര് തങ്ങൾ പ്രതിസന്ധിയിലകപ്പെടുകയാണെങ്കിൽ
തങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നാണ് ഈ ആളുകൾ കരുതുന്നതെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കല് അവൻ അനുമതി നൽകിയവർക്കല്ലാതെ ശുപാർശ ചെയ്യാനുള്ള ഒരു അവസരം തന്നെ ഉണ്ടാവില്ല. അള്ളാഹു ആരുടെയെങ്കിലും കാര്യത്തിൽ ശുപാർശ അനുവദിക്കുന്നുവെങ്കിൽ അവരുടെ കാര്യത്തിൽ തന്നെ ഹക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ന്യായം, നീതി, അർഹത, അവകാശം പോലെയുള്ള സംഗതികളെ, സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ശുപാർശയല്ലാതെ സാധ്യമല്ല എന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളില് പ്രതിപാദിക്കപ്പെട്ട കാര്യം. അപ്പൊ മക്കയിലെ ആളുകള് അള്ളാഹുവിനെ പ്രപഞ്ചങ്ങളുടെ നാഥനായിട്ട് കാണുന്നുവെങ്കിലും അവന്റെ അടുക്കല് പല കാര്യങ്ങളും സാധിച്ചു കിട്ടാൻ അവർ ആരാധ്യന്മാരായി കരുതുന്ന ദേവന്മാരും ദേവതകളും ഒക്കെ തന്നെ രംഗത്ത് വരും, അവരെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വരും, അവർക്കൊക്കെയും ദിവ്യത്വത്തിൽ പങ്കുണ്ട് എന്നാണ് അവർ കരുതിയിരുന്നത്. അപ്പൊ അവര് അള്ളാഹുവിന്റെ വിചാരണയുടെ ഘട്ടത്തില് തങ്ങളെ സഹായിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ അടുക്കല് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് ഇവരെ എന്ത് നിലക്കും രക്ഷപ്പെടുത്തിയേ പറ്റൂ എന്ന നിലക്ക് അവര് വന്ന് പറഞ്ഞു എന്ന് തന്നെ വെക്കുക. എന്നാൽ പോലും അത് പ്രയോജനപ്പെടാൻ പോകുന്നില്ല. ഒന്നാമത് അങ്ങനെ ആരെങ്കിലും ശുപാർശയുമായിട്ട് വരാൻ ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല. അള്ളാഹുവിന്റെ അനുമതി ലഭിക്കാത്ത ഒരാള് ചുണ്ടനക്കാൻ പോലും അള്ളാഹുവിന്റെ സന്നിധിയിൽ സാധിക്കുന്ന അവസ്ഥയിലാവുകയില്ല. നാവനക്കി വല്ലതും സംസാരിക്കുക, ചുണ്ടുകളെ ചലിപ്പിച്ചുകൊണ്ട് വല്ലതും ഉരിയാട് എന്നത് ഒരാൾക്കും, അള്ളാഹു അനുമതി നൽകിയിട്ടില്ലാത്ത ഒരാൾക്കും സാധിക്കാത്ത ഒരു സന്ദർഭമാണ്. ആ ഘട്ടത്തിൽ തങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നാണ് ഇവർ കരുതുന്നത്. പക്ഷെ ആരുടെയെങ്കിലും കാര്യത്തിൽ അള്ളാഹു ശുപാർശ ചെയ്യാൻ ആർക്കെങ്കിലും അനുമതി നൽകി എന്ന് വെക്കുക, എങ്കിൽ അവരുടെ കാര്യത്തിലുള്ള തീർപ്പ് എങ്ങനെയായിരിക്കും എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. അവര് ചോദിക്കും, മാതാ ഖാല റബ്ബുക്കും, എന്താണ് നിങ്ങളുടെ റബ്ബ് പറഞ്ഞായത്, റബ്ബിന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോ അവര് നൽകുന്ന മറുപടി അൽ ഹഖ് എന്നാണ്. ഖാലു അൽ ഹഖ്, സത്യം, ന്യായം, നീതി, അർഹത, അവകാശം, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ ഉള്ള വാക്കാണ് അൽ ഹഖ് എന്നത്. അപ്പോ ന്യായാധിഷ്ഠിതമായ അർഹതക്കനുസരിച്ചുള്ള എന്തെങ്കിലുമേ അവിടെ സാധിക്കുകയുള്ളൂ. അന്യായമായിട്ട്, അനർഹമായിട്ട്, അവകാശം ഇല്ലാത്തത് ലഭിക്കുന്ന ഒരു വിഷയമേ ഉദിക്കുന്നില്ല എന്നാണ് നൽകപ്പെടുന്ന മറുപടി. വഹുവൽ അലിയുൽ കബീർ, അത്യുന്നതനും ഏറെ വലിയവനുമാണ് അള്ളാഹു, ഏറ്റവും വലിയവനുമാണ് അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ ഔന്നത്യവും അവന്റെ പെരുമയും മറ്റെല്ലാറ്റിനെയും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സന്ദർഭമായിരിക്കും അത്. അവിടെ ആർക്കും അള്ളാഹുവിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുക, അള്ളാഹുവിനെ എന്തിലേക്കെങ്കിലും പ്രേരിപ്പിച്ചു കൊണ്ടുവരിക എന്നതൊന്നും സാധിക്കുന്ന കാര്യമേ അല്ല. അവനാണ് അലിയ്, അവനാണ് കബീർ. അവനേക്കാൾ ഔന്നത്യമുള്ളവനായിട്ട് ആരുമില്ല, അവനേക്കാൾ വലിയവനായിട്ടും ആരുമില്ല. അതുകൊണ്ട് കാര്യങ്ങളിലെ അവസാന തീരുമാനം അള്ളാഹുവിൻ്റെതായിരിക്കും. അള്ളാഹുവിന്റെ മാനദണ്ഡം അൽ ഹഖുമാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. അപ്പോ മക്കയിലെ നിഷേധികളെ, മുശ്രിക്കുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ അവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്ന് അവരോട് സംഭാഷണം തുടരുവാനാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ഇതുപോലെ ചില ചോദ്യങ്ങൾ ഇനിയും അവരോട് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്ന ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ 24-ാമത്തെ ആയത്തിൽ തുടങ്ങുകയാണ്. പ്രവാചകരെ അവരോട് ചോദിക്കുക, അവരോട് പറയുക അല്ലെങ്കിൽ ചോദിക്കുക,
മൻ യർസുഖുകും മിനസ് സമാവാതി വൽ അർള്, ആരാണ് നിങ്ങൾക്ക് ആകാശഭൂമികളിൽ നിന്നായിട്ട് നിങ്ങളുടെ ഭക്ഷ്യവിഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതാവശ്യത്തിന് വേണ്ട, നിങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണവും അതുപോലെയുള്ള വിഭവങ്ങളും എല്ലാം അതിൽ കാണാം. അത് ഓരോരുത്തർക്കും ആവശ്യമായ വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ ലഭ്യമാക്കപ്പെടുന്നുണ്ടല്ലോ. ആരാണ് അതിന്റെ പിന്നിലുള്ളത്? നിങ്ങൾ ഈ സങ്കല്പിക്കുന്ന ആരാധ്യന്മാരാണോ? അതല്ല പ്രപഞ്ച സാകല്യങ്ങളുടെ സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ തമ്പുരാനാണോ എന്നതാണ് ചോദ്യം. അപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഘട്ടത്തിലെ ജാഹിലിയ അറബികളെ സംബന്ധിച്ചിടത്തോളം അവര് അള്ളാഹുവിൽ വിശ്വാസമുള്ളവർ തന്നെയാണ്. അള്ളാഹുവിനോടൊപ്പം അവന്റെ ദിവ്യത്വത്തിൽ പങ്കാളികളായിട്ട് വേറെ പലരും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും അവര് മുഖേന അള്ളാഹുവിലേക്ക് എളുപ്പവഴി ലഭിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരായിരുന്നു അവർ. അവരുടെ ശിർക്കിന്റെ സ്വഭാവം അങ്ങനെയാണ്. ശിർക്ക് കടന്നു വരലൊക്കെ അങ്ങനെയാണ്. അള്ളാഹിനെ നിഷേധിക്കുന്നവരല്ല മുശ്രിക്കുകൾ. അള്ളാഹുവിലേക്ക് എത്താൻ തങ്ങൾക്ക് ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യരല്ലേ, ഞങ്ങളെ അള്ളാഹുവിലേക്ക് എത്തിക്കാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അവനെ അറിയിക്കാൻ ഞങ്ങൾക്കൊരു മാധ്യമമായിട്ട് അള്ളാഹുവിനോട് അടുപ്പമുള്ള ചിലരൊക്കെ വേണ്ടതില്ലേ എന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശിർക്ക് കടന്നു വരിക. അങ്ങനെ തന്നെയാണ് ഇസ്ലാമിക സമൂഹത്തിനകത്തും ശിർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടാറുള്ളത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ സംഭവങ്ങള് പ്രതിപാദിക്കുന്നിടത്ത് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാം ആ തൂർ പർവ്വതത്തിന്റെ മുകളിലേക്ക് അള്ളാഹുവിന്റെ മാർഗദർശനം ഏറ്റുവാങ്ങാനായിട്ട് പോയ ഘട്ടത്തില് റസൂൽ ആ പ്രവാചകന്റെ അദ്ദേഹം നടന്നു പോയ വഴികളിൽ നിന്ന് ഒരു പിടുത്തം പിടിച്ചിങ്ങെടുത്തിട്ട് അത് വെച്ചുകൊണ്ട് ചില കളികൾ കളിച്ച ഒരാളെ പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ഇപ്പൊ ഖബലത്തൻ മിൻ അസരിർ റസൂൽ എന്ന് ഖുർആൻ അതിനെ പരാമർശിക്കുന്നുണ്ട്. ഇപ്പൊ മുടി വിറ്റും പൊടി വിറ്റും ഒക്കെ വലിയ പൗരോഹിത്യം ഉണ്ടായി വരികയാണ് ഇവിടെ. നമ്മൾ മനസ്സിലാക്കുന്നുണ്ടത്. അപ്പോ ആരാണ് ഈ മുടിയും പൊടിയും ഒക്കെ അള്ളാഹുവിലേക്ക് അടുപ്പമുണ്ടാക്കി തരുന്ന സംഗതിയാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കാനുള്ള മാർഗം അതാണ് എന്നത് ആരാണ് പഠിപ്പിച്ചിട്ടുള്ളത്? ഇതൊക്കെ തന്നെ ശിർക്ക് കൊണ്ടുവരുന്നതിന് പൗരോഹിത്യം പണ്ട് മുതലേ ശീലിച്ചിട്ടുള്ള സംഗതിയാണ്. ഒരു പ്രവാചകൻ നടന്നു പോയ വഴിയിൽ നിന്ന് ഒരു പിടി മണ്ണങ്ങ് എടുത്തിട്ട് അത് വെച്ച് പല കളിയും കളിക്കുന്ന പൗരോഹിത്യവും അല്ലെങ്കിൽ ആളുകളെ വഴിപഴപ്പിക്കുന്ന വ്യക്തികളും ഒക്കെ ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഖുർആൻ നൽകുന്ന സൂചന. ഇതേപോലെയൊക്കെയുള്ള പ്രവണതകള് ഇസ്ലാമിക സമൂഹത്തിലും പലപ്പോഴും തലപൊക്കാറുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഈ മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്. എന്നാൽ അള്ളാഹുവിലേക്ക് നമ്മെ എത്തിക്കുന്ന, അള്ളാഹുവിന്റെ സഹായം നമുക്ക് നേടിത്തരുന്ന, അവന് നമ്മിൽ തൃപ്തിയുള്ളവനായി അവനെ മാറ്റുന്ന വിധത്തില് ഇടപെടുന്ന ചില ആളുകളുണ്ട്, ചില ശക്തികളുണ്ട് എന്നതാണ് അവര് കരുതിയിരുന്നത്. എന്നിട്ട് അവരെയാണ് അവര് വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരോടാണ് സഹായം തേടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ വേണ്ടി പറയുകയാണ്, മൻ യർസുഖുകും മിനസ് സമാവാതി വൽ അർള്, മനുഷ്യന്റെ നിലനിൽപ്പിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ളത് അവനുള്ള റിസ്ഖാണ്, അവനുള്ള ഉപജീവനമാണ്. അത് ഭക്ഷണവും ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും അതുപോലെ ജീവിതാവശ്യങ്ങൾക്കുള്ള മറ്റ് വിഭവങ്ങളും സാധന സാമഗ്രികളും ഒക്കെ പെടും. ഏറ്റവും പ്രാഥമികമായിട്ട് ഭക്ഷണം എന്ന് തന്നെ കരുതാം നമുക്ക്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൈമറി ഇംപ്ലിക്കേഷൻ ഭക്ഷണമാണ്. അത് മാത്രമല്ല, മനുഷ്യന് ആവശ്യമായ ബാക്കി വിഭവങ്ങളൊക്കെ അതിൽ പെടും. അപ്പൊ ഇവിടെ ചോദ്യം, അവരോട് ഉന്നയിക്കേണ്ട ചോദ്യം ഇതാണ്, മൻ യർസുഖുകും മിനസ് സമാവാതി വൽ അർള്, നിങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ ലഭിക്കുന്നത് ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുമാണ് ആണല്ലോ.
മഴ വർഷിക്കുന്ന കാരണമായി ഭൂമിയിൽ മുളച്ചുണ്ടാകുന്നതും ഒക്കെ ആയിട്ടുള്ളതാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഭൂമിയിലും ആകാശത്തിലും ഉള്ളതായ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ സംഗതികളാണ് മനുഷ്യന്റെ ജീവിത വിഭവങ്ങൾ. അപ്പൊ അതില് ഭൂമിയിലും ആകാശങ്ങളിലുമായിട്ടാണ് ഈ വിഭവങ്ങള് മനുഷ്യൻ കണ്ടെത്തുന്നത്. ഭൂമിയുടെ ഭാഗമായിട്ട് ജലത്തിലുണ്ട്, കടലിലുണ്ട്. അപ്പോ ഭൂമിയുടെ വിവിധ രൂപത്തിലുള്ള പ്രതലങ്ങളിൽ നിന്ന് മനുഷ്യൻ തനിക്ക് വേണ്ട വിഭവങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ആകാശത്തിൽ നിന്നുമുണ്ട്. ആകാശത്തു നിന്ന് മഴ ഇറക്കുന്നത് പോലെ പക്ഷികളും അതുപോലെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ പലതും. ഒരു കാലഘട്ടത്തിൽ ബനൂ ഇസ്രായേലിന് അള്ളാഹു മന്നയും സൽവയും നൽകിയിരുന്നു. മന്ന ആകാശത്തുനിന്ന് ഉതിർന്നു വീണിരുന്ന മഞ്ഞുതുള്ളി പോലെയുള്ള അത് ഒരു ധാന്യമാവായിട്ട് ഉപയോഗിക്കാവുന്ന വിധത്തിലുള്ള ഒരു സബ്സ്റ്റൻസ് ആയിരുന്നു. അപ്പോ അതൊക്കെ നമുക്ക് അറിയുന്നതാണ്, നമ്മൾ വിശദമായിട്ട് അത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുമായി നിങ്ങൾക്ക് ആവശ്യമായ ജീവിത വിഭവങ്ങൾ ആസൂത്രണം ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്നതാണ് ചോദ്യം. അതില് തന്നുകൊണ്ടിരിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് ആസൂത്രണവും. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജനവാസമേ ഉണ്ടായിരുന്നില്ലാത്ത കാലമുണ്ട്. ജനവാസം കൂടിയ പ്രദേശങ്ങളുണ്ട്. അപ്പൊ ഇവിടേക്കൊക്കെ ആവശ്യമായ വിഭവങ്ങൾ ലഭ്യമാക്കുക എന്നതിൽ തികഞ്ഞ ആസൂത്രണം ആവശ്യമുണ്ട്. ഭൂമിയിൽ മുളച്ചുണ്ടായാൽ മാത്രം പോരാ, അത് പ്രയോജനപ്പെടുത്തേണ്ട മനുഷ്യന് അത് ലഭ്യമാവുന്ന വിധത്തില് അവർക്ക് ലഭ്യമാവുന്ന വിധത്തിലുള്ള ഒരു വിതരണ ശൃംഖല രൂപപ്പെടേണ്ടതുണ്ട്. അത് പ്രോസസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ വേണ്ടതുണ്ട്. ഈ വിധത്തില് സുഭിക്ഷത മനുഷ്യനും ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന വിധത്തിൽ റിസ്ക് ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുമായിട്ട് നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്നിട്ടുള്ളത് ആരാണ്? ഇതാണ് ചോദ്യം. നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുള്ള ഈ ആരാധ്യന്മാരായിട്ട് നിങ്ങൾ കരുതുന്ന ദേവന്മാരും ദേവതകളുമാണോ? അതല്ല അള്ളാഹുവാണോ? അപ്പോ ജാഹിലിയ അറബികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയും ചെയ്യുന്നത് അള്ളാഹുവാണ് എന്നത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ അള്ളാഹുവിനെ നമുക്ക് അനുകൂലമാക്കി എടുക്കുക എന്ന ഒരു പണിയാണ് ഇവര് ദേവന്മാരെയും ദേവിമാരെയും ഒക്കെ കൊണ്ട് സാധിക്കാൻ ശ്രമിച്ചിരുന്നത്. ഇത് തന്നെയാണ് വൈകല്യങ്ങൾ, വിശ്വാസപരമായ വൈകല്യങ്ങൾ ഉണ്ടാവുന്ന ഘട്ടത്തില് മുസ്ലിം സമൂഹത്തിലും കടന്നുകൂടാറുള്ളത്. ഏതെങ്കിലുമൊക്കെ പേര് വിളിച്ചുകൊണ്ട് ഒരു ഔലിയ എന്ന പട്ടം കൊടുത്തിട്ട് പിന്നെ അയാൾ അത് സാധിച്ചു തരും എന്ന വിശ്വാസം മനുഷ്യൻ അള്ളാഹുവിനോട് നേരിട്ട് പറഞ്ഞാൽ അള്ളാഹ്ക്ക് കേൾക്കാത്ത പ്രശ്നമാണെന്നാ തോന്നുന്നത്. ഈ ഔലിയക്കാണ് നമ്മൾ അള്ളാഹിനേക്കാളും മനസ്സിലാവുക. അള്ളാഹിന്റെ റിസ്ക് അർഹിക്കുന്ന ആളാണ് എന്നത് നന്നായി മനസ്സിലാവുന്ന ആള്, അള്ളാഹിനേക്കാളും മനസ്സിലാവുന്ന ആള് ഈ ഔലിയാണല്ലോ. നമ്മൾ ചോദിച്ചാൽ ഞാൻ അതിന് അർഹതയുള്ള ആളാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ അള്ളാഹ്ക്ക് ഒറ്റയടിക്ക് എങ്ങും കഴിയില്ല എന്നാണ് ഇത് സങ്കല്പിക്കുന്നതെന്ന് മനസ്സിലാക്കണമല്ലോ. ഞാൻ അങ്ങനെയാണെന്ന് പറയല്ല, പക്ഷെ അങ്ങനെ ഒരു ആശയം അതിൽ അടങ്ങിയിട്ടുണ്ടല്ലോ. അള്ളാഹുവിനോട് ചോദിക്കാനേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ളവരോട് ചോദിക്കുന്നതിനെ വിലക്കിയിരിക്കുകയാണ് അള്ളാഹു. അതാണ് വസ്തുത. അപ്പൊ മയ്യർസുക്കുമ്മിനസമാവാത്തി വല്ലാറുള്ളൂ. ആരാണ് ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുമായിട്ട് നിങ്ങൾക്ക് ജീവിത വിഭവങ്ങള് അതുപോലെ നിങ്ങൾക്ക് വേണ്ട ഭക്ഷ്യ വിഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്? അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ ക്രമീകരിച്ച വിധത്തില്, വളരെ ആസൂത്രിതമായ വിധത്തിൽ നിർവഹിക്കപ്പെടുന്നുണ്ടല്ലോ. പട്ടിണി മരണങ്ങൾ ഇവിടെ ഉണ്ടാവുന്നത്, ദുരന്തം ഉണ്ടാവുന്നത് മനുഷ്യന്റെ ഇടപെടൽ കാരണമായിട്ടാണ് എന്നതാണ് ഒരു വസ്തുത. മനുഷ്യൻ കൂട്ടിലിട്ട് അല്ലെങ്കിൽ കെട്ടിയിട്ട പൂച്ചയോ പട്ടിയോ ഭക്ഷണം കിട്ടാതെ ചത്തുപോകുന്ന നമ്മൾ കാണാറുണ്ട്. സാധാരണഗതിയിൽ പൂച്ചയും പട്ടിയൊന്നും ഭക്ഷണം കിട്ടാതെ ചത്തുപോകാറില്ല. അതേപോലെ തന്നെയാണ് മനുഷ്യന്റെയും കാര്യം. ചില പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഭക്ഷണം ലഭിക്കാതെയാക്കുന്ന വിധത്തില് വേറെ ചിലര് കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് കളയും. അപ്പോഴാണ് അവിടെ പട്ടിണി മരണങ്ങൾ ഉണ്ടാവുക. ഇന്ന് ഗസയിൽ ഉണ്ടാവുന്ന അത്തരം ചിത്രങ്ങളും
പല ഘട്ടങ്ങളിലും ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും പട്ടിണി ഉണ്ടാവുന്നതിന് കാരണമായിരുന്നത് ആ മേഖല കൈകാര്യം ചെയ്ത പടിഞ്ഞാറൻ ശക്തികളും ഇപ്പോ അനർഹമായിട്ട് അന്യായമായിട്ട് ഫലസ്തീൻ പ്രദേശം കൈയടക്കി വെച്ചിരിക്കുന്ന യഹൂദ സമൂഹവും ഒക്കെയാണ്, സയനിസ്റ്റ് സമൂഹവും ഒക്കെയാണ് അതിന്റെ പിന്നിൽ പലപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ മൈ എർസുക്കും മിനസ്സമാവാത്തി വല്ലാറുണ്ട്, അതിന് ഉത്തരം അവര് പറയും എന്ന് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ എന്ന വിധത്തിൽ അവർക്ക് കുറച്ച് സമയം കൊടുത്തുകൊണ്ടാണ് തുടർന്ന് സ്വയം ഉത്തരം പറയാൻ അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ഖുലില്ല, ആരാണ് ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുമായി നിങ്ങൾക്ക് വിഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് റിസ്ക് തരുന്നത് ആരാണ്? ലേശം സമയം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയാനാണ് അള്ളാഹു പറയുന്നത്. ഖുലില്ല, പറയുക അള്ളാഹു ആണത്. നിങ്ങളുടെ മനസ്സിലൊക്കെ ആ ഉത്തരമുണ്ട്, നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം അത് തന്നെയാണ്. ഖുലില്ല, പറയുക അള്ളാഹു ആണത്. ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുമായിട്ട് നിങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സ് പറയുന്ന പോലെ തന്നെ അള്ളാഹു ആണ്. വ ഇന്നാ ഔ ഇയ്യാക്കും ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ, അതാണ് വസ്തുതയെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ, ഒന്നുകിൽ ഹിദായത്തിലാണ് അല്ലെങ്കിൽ ളലാലത്തിലാണ്. ഈ കാര്യത്തിൽ അള്ളാഹു ആണ് ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്കുള്ള വിഭവങ്ങൾ തരുന്നത് എന്നത് നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്ന ഒരു ഉത്തരാണല്ലോ. ഞാനത് ഉറക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോ എങ്കിൽ അത് വെളിപ്പെടുത്തുന്ന കാര്യം എന്താണ്? വ ഇന്ന, എങ്കിൽ നമ്മൾ, ഔ ഇയ്യാക്കും അല്ലെങ്കിൽ നിങ്ങൾ, ലഅലാ ഹുദൻ, ഇക്കാര്യത്തില് സന്മാർഗികളാണ് അല്ലെങ്കിൽ ഹിദായത്തിലാണ്. ഈ വിഷയത്തില് ഒന്നുകിൽ ഞങ്ങൾ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതാണ് ശരി. രണ്ടും ഒരേ സമയത്ത് ശരിയാവില്ലല്ലോ. ആകാശഭൂമികളിലുള്ള വിഭവങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് അള്ളാഹു എന്നതാണ് ഉത്തരമെങ്കിൽ ഞങ്ങളുടെ നിലപാടാണ് ശരി, അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാടായിരിക്കണമല്ലോ ശരി. ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവുള്ളൂ. അപ്പൊ ഒന്നുകില് ഞങ്ങള് അല്ലെങ്കിൽ നിങ്ങൾ സന്മാർഗത്തിലാണ്, അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ദുർമാർഗത്തിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ ദുർമാർഗത്തിലാണ്. ഇവിടെ ആരാണ് ദുർമാർഗത്തില് എന്നത് വ്യക്തമാവാത്തത് കൊണ്ടല്ല, പക്ഷെ ഈ കേൾക്കുന്ന സമൂഹത്തെ ഉടനെ അങ്ങ് പിണക്കി പിരിച്ചുവിടുക എന്ന ഒരു ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട് അവരുമായുള്ള സംഭാഷണം ഇനിയും തുടരേണ്ടതുണ്ട് എന്ന നിലക്ക് അവരുമായുള്ള ബന്ധം പറ്റങ്ങ് അറുത്തുമുറിച്ച് മാറ്റേണ്ട എന്ന വിധത്തിലാണ് ഈ മറുപടി. ഒന്നുകിൽ ഞങ്ങൾ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതാണ് ശരി, ഒന്നുകിൽ ഞങ്ങളാണ് പഴച്ചത് അല്ലെങ്കിൽ നിങ്ങളാണ് പഴച്ചത്. ഈ കാര്യത്തിലെ ഈ വിധത്തില് അവരെ വല്ലാതെ അങ്ങ് അകറ്റി മാറ്റാത്ത വിധത്തിലുള്ള ഒരു ശൈലിയിലാണ് തുടർന്ന് അവരോട് സംസാരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പൊ ആ വിധത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിക്കുന്നത്. അപ്പൊ അള്ളാഹു ആണ് റിസ്ക് തരുന്നവൻ എന്നത് ഇവർ ഉറക്കെ പറയുന്നില്ല. ഇപ്പോ അവര് നേരത്തെ ദൃഢമായി ബോധ്യപ്പെട്ട് വിശ്വസിച്ചിരുന്ന കാര്യമാണത്. പക്ഷെ ഇപ്പൊ ഉറക്കെ പറയാതിരിക്കുന്നതിന്റെ കാരണം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു ചോദ്യം വരും, എങ്കിൽ പിന്നെ ഈ ബാക്കി ദേവന്മാരുടെയും ദേവതകളുടെയും ഒക്കെ പ്രസക്തി എന്താണ് എന്നത്. ഇവര് ഉയർത്തി കാണിക്കുന്ന ദേവന്മാരുടെയും ദേവതകളുടെയും ഒക്കെ പ്രസക്തി എന്താണ്, അവർക്ക് എന്ത് പ്രാധാന്യമുണ്ട് എന്നൊരു ചോദ്യം ന്യായമായിട്ടും വരും. ഇനി അള്ളാഹു അല്ല എന്ന് പറഞ്ഞാലോ, ആ സമൂഹം കാലങ്ങളായി വിശ്വസിക്കുന്ന ഒരു കാര്യം നിഷേധിച്ചവരായി മാറും ആ ഉത്തരം പറഞ്ഞവര്. അപ്പൊ അതിനോട് മക്കയിലെ മുശ്രിക്കുകളുടെയും കുഫാറുകളുടെയും സമൂഹം യോജിക്കണമെന്നില്ല. അള്ളാഹു ആണ് എന്നത് അവർക്ക് അറിയാം, ഈ ചോദിക്കുന്നവർക്കും അറിയാം. ഉത്തരം പറയാതെ മിണ്ടാതെ നിൽക്കുകയാണ്, നിശബ്ദമായി നിൽക്കുകയാണ്. ആ നിശബ്ദമായി നിൽക്കുന്നതിന്റെ താല്പര്യം ഉത്തരം യെസ് എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, നോ എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. അള്ളാഹു ആണ് എന്ന് പറഞ്ഞാലും അള്ളാഹു അല്ല എന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം
പ്രതിസന്ധിയാണ് എന്നതാണ് കാരണം. അപ്പോ ഇന്ന ഔ ഇയ്യാക്കും ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ. എന്നിട്ട് തുടർന്ന് ചോദിക്കാൻ വേണ്ടി പറയാണ്, ഖുൽ ലാ തുസ്അലൂന അമ്മാ അജ്റംന വലാ നുസ്അലു അമ്മാ തഅമലൂൻ. അല്ലാഹു പറയുന്ന ഒരു കാര്യം, പ്രവാചകൻ അവരോട് ഇങ്ങനെ പറയുക, ലാ തുസ്അലൂന അമ്മാ അജ്റംന, ഞങ്ങൾ ചെയ്തു പോയ ഇജ്റാമുകളുടെ പേരിൽ, ഞങ്ങൾ ചെയ്തു പോയ കുറ്റകരമായ കാര്യങ്ങളുടെ പേരിൽ നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. നിങ്ങളോട് ആരും ചോദിക്കാൻ വരൂല. അതിന്റെ ചോദ്യം ഞങ്ങളാണ് നേരിടേണ്ടി വരിക. വലാ നുസ്അലു അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ ഞങ്ങളും ചോദ്യം ചെയ്യപ്പെടുകയില്ല. അത് നിങ്ങളുടെ ചോദ്യം ഉണ്ടാവുള്ളൂ അക്കാര്യത്തില്. അപ്പോ ഞങ്ങളുടെ തിന്മകളുടെ കുറ്റകൃത്യങ്ങളുടെ പേരില് ഞങ്ങളാണ് ഉത്തരം പറയേണ്ടി വരിക. നിങ്ങൾ ചെയ്യുന്ന അതിക്രമങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും ഒക്കെ പേരിൽ ഉത്തരം പറയേണ്ടി വരെ ഞങ്ങളല്ല, നിങ്ങൾ തന്നെയാണ് എന്നതാണ് അവരെ അറിയിക്കാൻ വേണ്ടി പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അള്ളാഹു അല്ലാത്തവരെ ആരാധ്യന്മാരായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് അള്ളാഹുവിനോട് ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും എന്നതാണ് ആ പറയുന്നതിന്റെ ചുരുക്കം. എന്നിട്ട് അള്ളാഹു വീണ്ടും ചോദിക്കാൻ വേണ്ടി പറയുകയാണ്, അല്ലെങ്കിൽ വ്യക്തമാക്കി കൊടുക്കാൻ പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഖുൽ, പ്രവാചകർ അവരോട് ഇങ്ങനെ പറയും. എന്താ പറയേണ്ടത്? യജ്മഉ ബൈനന റബ്ബുന, തീർച്ചയായിട്ടും ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. സുമ്മ യഫ്തഹു ബൈനന ബിൽ ഹഖ്, എന്നിട്ട് തുടർന്ന് അവൻ സത്യത്തിന്റെയും ന്യായത്തിന്റെയും നീതിയുടെയും അവകാശത്തിന്റെയും അടിത്തറയിൽ വിധി കൽപ്പിക്കും. അങ്ങനെ ഒരു നാള് വരാനുണ്ട്. ഹഖിന്റെ അടിസ്ഥാനത്തിൽ വിധി തീർപ്പ് കൽപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു നാള്. നമ്മളെല്ലാവരും അന്ന് ഒരുമിച്ച് കൂട്ടപ്പെടും. എന്നിട്ട് നമുക്കിടയിൽ അള്ളാഹു ഒരു ഫത്ഹ് ഉണ്ടാക്കും, ഒരു തുറവി ഉണ്ടാക്കും. എന്താണ് തുറവി എന്ന് പറഞ്ഞാൽ? ഒരു വിധി പ്രസ്താവം ഉണ്ടാകും. ആ വിധി പ്രസ്താവത്തിന്റെ അടിത്തറ എന്താണ്? അത് ഹഖായിരിക്കും, സത്യമായിരിക്കും, ന്യായമായിരിക്കും, അവകാശം സ്ഥാപിക്കലായിരിക്കും, അർഹത അംഗീകരിക്കലായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു നമുക്കിടയിൽ ഉള്ള വിയോജിപ്പുകളുടെയും ഭിന്നതകളുടെയും ഒക്കെ കാര്യത്തിൽ ഒരു വിധി തീർപ്പ് നൽകാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് ഹഖിന്റെ അടിസ്ഥാനത്തിൽ അവൻ ഒരു വിധി തീർപ്പ് നടത്തുകയും ചെയ്യും. വഹുവൽ ഫത്താഹുൽ അലീം, അവൻ എല്ലാം അറിയുന്നവനായ വിധി തീർപ്പുകാരനാണ്, ഫത്താഹാണ്. ഫത്താഹ് എന്ന് പറഞ്ഞാൽ വിജയിച്ചടക്കുന്നവൻ എന്നൊരു അർത്ഥമുണ്ട്. അതേപോലെ തന്നെ ഒരു വിധി തീർപ്പ് നടത്തുന്നവൻ, ഒരു തുറവി ഉണ്ടാക്കുന്നവൻ എന്നൊക്കെ ഉള്ള അർത്ഥമുണ്ട്. അള്ളാഹു ആണ് അന്തിമമായി കാര്യങ്ങളുടെ മേൽ വിധി തീർപ്പ് നടത്താൻ പോകുന്നത്. അത് അവന്റെ തികഞ്ഞ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ പല ന്യായാധിപന്മാരെയും പോലെ ഏറ്റവും വലിയ മണ്ടത്തരം വിധിയായിട്ട് നടത്തുന്നവര്, അന്യായത്തെ വിധിയായി നൽകുന്നവര്, അനീതിയെ വിധിയായി നൽകുന്നവരൊക്കെയാണ് നമുക്ക് പരിചയമുള്ള പല ന്യായാധിപന്മാരും. അങ്ങനെയല്ല അള്ളാഹു. അള്ളാഹു അലീമാണ്, സർവജ്ഞനാണ്. സർവജ്ഞനായിക്കൊണ്ടാണ് അവൻ വിധി തീർപ്പ് നടത്താൻ പോകുന്നത്. വലിയ വേർതിരിവുണ്ടാക്കുന്ന, ഫത്തഹ് ഉണ്ടാക്കുന്ന, തുറവി ഉണ്ടാക്കുന്ന ഒരു വിധി തീർപ്പായിരിക്കും അത്. അങ്ങനെയുള്ള ഒരു വിധി തീർപ്പ് നടത്തുന്നതിന് വേണ്ടി അവൻ നമ്മെ എല്ലാവരെയും വിളിച്ചു കൂട്ടും. അതുപോലെ ഖുൽ, പ്രവാചകരെ അവരോട് ഇങ്ങനെ കൂടി ചോദിക്കുക, അറൂനി, ഇങ്ങനെ കൂടി അവരോട് പറയുക അല്ലെങ്കിൽ ആവശ്യപ്പെടുക, അറൂനി, നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ, അല്ലദീന അൽഹഖ്തും ബിഹി ശുറക്കാ, നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം ചേർത്ത് വെച്ച നിങ്ങളുടെ പങ്കാളികൾ ഉണ്ടല്ലോ, അവയുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഇത്തരം കഴിവുകളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരാണത് എന്നതൊന്ന് കാണിച്ചു തരൂ. അറൂനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. അല്ലദീന അൽഹഖ്തും ബിഹി ശുറക്കാ, ശുറക്കാ എന്ന നിലക്ക് നിങ്ങൾ അവനോട് ചേർത്ത് വെച്ച ആളുകള്, അവനോട് ചേർത്ത് വെച്ച ദേവന്മാര്, ദേവതകള്, അങ്ങനെ പലതും. അവരിൽ ആരെങ്കിലും ഇത്തരം സിദ്ധികളോ കഴിവുകളോ ഉള്ളവരായിട്ട്
ഒരാളുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരൂ. കല്ല, ഒരിക്കലും അവര് കാണിച്ചു തരാൻ പോകുന്നില്ല. അവർക്ക് അങ്ങനെ ദിവ്യത്വമുള്ള ഒരു ദൈവത്തെയും കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ബൽ കല്ല ബൽ ഹുവല്ലാഹുൽ അസീസുൽ ഹകീം, അവനാണ് അതിപ്രതാപവാനും യുക്തിമാനുമായ അള്ളാഹുവാണ് യഥാർത്ഥത്തിലുള്ള ദൈവം. അവനാണ് ഈ വക ദിവ്യത്വമുള്ള ഒരേ ഒരു ശക്തി. ബൽ കല്ല, ഒരിക്കലും അവർക്ക് ചെയ്യാൻ സാധ്യമല്ല. അവരുടെ ശുറക്കാകളുടെ കൂട്ടത്തില് എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുള്ള ഒരാളെ നിങ്ങളൊന്ന് എനിക്ക് കാണിച്ചു തരൂ എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അവരുടെ പേര് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണ്. വ്യാജമായിട്ട് അവരുടെ മേൽ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതാണ് നമ്മളും പല മൗലാനമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വലിയ ഈ വലിയ എന്ന് പറഞ്ഞിട്ട് അയാൾ പലതും നിയന്ത്രിച്ചു കളയും. വിമാനം നിയന്ത്രിക്കും, കപ്പല് പറഞ്ഞ പോയിന്റിൽ അങ്ങ് നിർത്തി കളയും. അതുപോലെ എന്തൊക്കെ, ഇതൊക്കെ പച്ചക്കള്ളം വ്യാജമായിട്ട് ആരോപിക്കുകയാണ് ആരുടെയെങ്കിലൊക്കെ പേരിൽ. കാരണം അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു വലിയ ഒരു ശക്തിയുള്ള ഒരാള് ഒക്കെ ഉണ്ടെങ്കിലേ കച്ചവടം പൊടി പൊടിക്കുകയുള്ളൂ. കച്ചവടം കേമമാക്കി നടത്തണമെങ്കിൽ അതൊക്കെ ആവശ്യമാണ്. മുന്നിൽ കാണിക്കാൻ എന്തൊരു എളുപ്പമാണ്. മനുഷ്യൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം സ്വരൂപിക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെടുന്നുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പലരും. ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. ഇവിടെ ഒരു പ്രശ്നമില്ലാതെ വേർപ്പ് ഒഴുക്ക് പോലും ചെയ്യാതെ കോടികൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെയൊക്കെ താല്പര്യവും അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പ്രയാസമൊന്നുമില്ല. അപ്പോ ഇവിടെ അള്ളാഹു പറയുന്ന അറൂനി അല്ലദീന അൽഹഖ്തും ബിഹി ശുറക്കാ ആയിട്ട് നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം ചേർത്ത് വെച്ചവരുടെ കൂട്ടത്തില് എന്തെങ്കിലും ഇത്തരം ദൈവികമായ കഴിവുള്ള ആരെയെങ്കിലും ഒന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. കല്ല, ഒരിക്കലും അവര് ചെയ്യില്ല. ബൽ, അങ്ങനെയല്ല, ഹുവല്ലാഹുൽ അസീസുൽ ഹകീം, അസീസും ഹക്കീമുമായവൻ അള്ളാഹുവാണ്. അള്ളാഹുവാണ് അജയ്യതയുള്ള ദൈവം. അതുപോലെ ഏറ്റവും യുക്തിഭദ്രമായ തന്ത്രജ്ഞനായ യുക്തിയുള്ള ദൈവം അള്ളാഹുവാണ്. അള്ളാഹു മാത്രമാണ് ദിവ്യത്വം ഉള്ളവൻ എന്നതാണ് ഇവിടെ അള്ളാഹു പറഞ്ഞു വെക്കുന്ന കാര്യം. അപ്പോ 24 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. മക്കയിലെ കുഫാറുകളെ അല്ലെങ്കിൽ മുശ്രിക്കുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില ചോദ്യങ്ങൾ, അവരെ അകറ്റാത്ത ഒരു ശൈലിയിൽ ആണ് ഇവിടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ആളുകളോടായിട്ട് ഉന്നയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ആ വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഹിക്മത്തുള്ള വിധത്തിൽ തന്നെയാണ് അത് നിർവഹിക്കുകയും ഉണ്ടായിട്ടുള്ളത്. ആളുകളെ ആലോചനയുള്ളവരാക്കി മാറ്റുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഈ ഒരു സമീപനം വളരെ പ്രയോജനകരമായ ഒരു കാര്യമായിരിക്കും. അപ്പൊ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.